പല കപ്പിൾസിന്റെ ഇടയിലും സ്നേഹം ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല അവർക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുള്ളത്. പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടുതലുള്ളത് കൊണ്ടാണ് അവർക്കിടയിൽ പ്രോബ്ലംസ് വരാറുള്ളത്. ഫോർ എക്സാമ്പിൾ, അവൾ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവൻ സൊല്യൂഷനുമായിട്ട് അവളുടെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ അവൻ മൈൻഡ് വെക്കാതെ പോകും. ഈ സൊല്യൂഷനായിട്ട് പോകുന്ന സമയത്ത് അവൾ ആഗ്രഹിക്കുന്നുണ്ടാവുക ഒരിക്കലും അഡ്വൈസ് ആയിരിക്കില്ല. അവളെ ഒന്ന് കേൾക്കുക, അവളെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. പലപ്പോഴും ഇത് വരാതിരിക്കുന്ന സമയത്ത് അവർ വളരെയധികം അപ്സെറ്റ് ആയി പോവാറുണ്ട്. നേരെ റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവൻ സ്ട്രെസ്സിലായിരിക്കുന്ന സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക കാമായിട്ടിരിക്കാനായിരിക്കും. പക്ഷേ പലപ്പോഴും ഭാര്യമാര് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, എന്തു പറ്റി, എന്താണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്ന ചോദ്യവുമായിട്ട് അവരുടെ അടുത്തേക്ക് പോകും. സ്വാഭാവികമായിട്ട് അവർക്ക് പ്രഷർ കൂടും. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഭാര്യമാർ അപ്പം കരുതുന്നുണ്ടാവുക. ആക്ച്വലി അപ്പോൾ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ടാവുക അവിടെ കാമായിട്ടിരിക്കാനും അവർക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാനും മാത്രമായിരിക്കും. പക്ഷെ അവിടെ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും അവിടെയും നടക്കുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് മീൻസ് ഒരു പേഴ്സൺ റോങ് ആണ് എന്നുള്ളതല്ല, രണ്ടുപേരും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിനെ സർവൈവ് ചെയ്യാൻ രണ്ടുപേരും പ്രോപ്പർ ആയിട്ടുള്ള ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അവിടെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില സമയങ്ങളിൽ ചെറിയൊരു സെന്റൻസ് മതിയാകും ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ഓക്കെ അല്ല, എനിക്ക് വേണ്ടത് നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ വളരെ ടയർഡാണ്, സ്ട്രെസ്ഡ് ആണ്, നീ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് കുറച്ച് സമയം വേണം എന്നുള്ള ഒരൊറ്റ വാക്ക് മതിയാകും ആ ഒരു സിറ്റുവേഷനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്.